ഓം ശാന്തി. തൻ്റെ ശക്തിശാലിയായ മനസ്സിലൂടെ സകാഷ് നൽകുവാനുള്ള സേവനം ചെയ്യും. ബാബയുടെ അവ്യക്ത നിർദ്ദേശമാണ്, നിങ്ങളെല്ലാവരും ശാന്തി ദൂതരായിട്ടുള്ള മക്കളാണ്. എവിടെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴുമെല്ലാം ഞാൻ സ്വയം ശാന്തി ദൂതനാണ് എന്ന ബോധ്യത്തോടുകൂടി നടക്കും. ആരാണോ സ്വയം ശാന്ത സ്വരൂപരും ശക്തിശാലി സ്വരൂപത്തിലും ഇരിക്കുന്നത്, അവർക്ക് മറ്റുള്ളവർക്കും ശാന്തിയും ശക്തിയും സകാശ് രൂപത്തിൽ നൽകാൻ സാധിക്കും. മനസാ സേവനത്തിലെ ഒരു ഘടകമാണ് സകാഷ് കൊടുക്കുക എന്നുള്ളത്. ശാന്തിയുടെ സകാഷ് കൊടുക്കണോ, ശക്തിയുടെ സകാഷ് കൊടുക്കണം മറ്റുള്ള ആത്മാക്കൾക്ക്. അതിന് ആദ്യം നമ്മൾ ഓരോരുത്തരും ശാന്തസ്വരൂപരായിരിക്കും, ശക്തി സ്വരൂപരായിരിക്കും. ഈ രണ്ട് സ്വരൂപത്തെ സ്മൃതിയിൽ വെച്ചുകൊണ്ട് ഞാൻ ശാന്തി ദൂതനായ ആത്മാവാണെന്നുള്ള ബോധ്യത്തോടുകൂടി മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ശക്തിശാലി മനസ്സിന്റെ സ്ഥിതിയിലൂടെ അനേകം ആത്മാക്കളുടെ സേവനം ചെയ്യാൻ സാധിക്കും. ഓം ശാന്തി.